എത്തിയിട്ടും ഒന്നിനും ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ ഋത്വിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്ത്, എന്തിനും ഏതിനും താങ്ങായി നിൽക്കുന്നവൻ, ഞാനുമായി വഴക്കിടുന്നവരെ എനിക്ക് വേണ്ടി പോയി തല്ലുന്നവൻ, അവനുമായി ഇത്രയും കാലത്തെ ആത്മബന്ധമുള്ള ഞാൻ ഒരിക്കലും അവനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ചിന്തകൾ കാടുകയറിയപ്പോൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു. പലവട്ടം വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. ഒടുവിൽ മെസ്സേജ് അയച്ചു. കണ്ടിട്ടും മറുപടി തന്നില്ല. ആദിയുടെ വാക്ക് കേട്ടില്ല എന്ന സങ്കടവും പൃഥ്വിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിലുള്ള സങ്കടവും ആകെ കൂടി ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എന്താ മോളെ, മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, പയ്യേ? അമ്മയുടെ ചോദ്യത്തിന് ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? അവനെവിടെ പൃഥ്വി? ഒന്നും പറയാതെ ഞാൻ തല കുനിച്ചിരുന്നു. നിങ്ങൾ വഴക്കിട്ടോ? അമ്മയുടെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഒരു പൊട്ടിക്കരച്ചിലോടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. പക്ഷേ അമ്മയും എന്നോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. നീ എന്തൊക്കെയാടി അവനോട് വിളിച്ചു പറഞ്ഞത്? സാമാന്യ ബോധം പോലും ഇല്ലാതായോ? ഈ കാര്യത്തിൽ തെറ്റ് പറ്റിയത് നിനക്കാ മോളെ. സാധാരണ ഏതൊരമ്മയും മകളുടെ ആൺസുഹൃത്തുക്കൾക്ക് ഒരു ലിമിറ്റ് വയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെയായിരുന്നില്ല. കാരണം പൃഥ്വിയെ ഞങ്ങൾ നന്നായി മനസ്സിലാക്കിയിരുന്നു. അവന് ഞങ്ങൾ സ്വന്തം മാതാപിതാക്കളും നീയൊരു സഹോദരിയുമായിരുന്നു. നിനക്കറിയാമോ, നിനക്ക് വിവാഹാലോചനകൾ വരുന്നതിന് മുൻപേ അച്ഛനും ഞാനും പൃഥ്വിയെ നിനക്ക് വേണ്ടി ആലോചിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? സ്വന്തം അനിയത്തിയെ ആരെങ്കിലും വിവാഹം കഴിക്കുമോ എന്ന്. നിനക്ക് ഇനിയും പൃഥ്വിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മോളെ. എത്രയും പെട്ടെന്ന് നീ അവനോട് ക്ഷമ ചോദിച്ചേക്കണം, മനസ്സിലായോ? അമ്മ പറഞ്ഞതിന് ഞാൻ സമ്മതം മൂളി. എൻ്റെ മനസ്സിലും അവനോട് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ല. അതുകൊണ്ട് അമ്മയെ കൊണ്ട് വിളിപ്പിച്ചു. വീട്ടിലേക്ക് വരാനും പറഞ്ഞു. അധികം വൈകാതെ അവനെത്തി. ഉമ്മറത്ത് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അമ്മയെ അന്വേഷിച്ച് അകത്തേക്ക് പോയി. ഇനിയും അവഗണന സഹിക്കാൻ കഴിയില്ലെന്നതുകൊണ്ട് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കുറേ ക്ഷമ ചോദിച്ചു. എൻ്റെ കണ്ണീര് കണ്ടാൽ തീരുന്നതേ ഉള്ളൂ അവൻ്റെ പിണക്കമെന്നറിയാം. എൻ്റെ വിശ്വാസം തെറ്റിയില്ല. എൻ്റെ അനിയത്തിക്കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ഞാനല്ലാതെ വേറെ ആരാ ക്ഷമിക്കുക? ഒരു ചിരിയോടെ ഞാൻ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഒരു പുഞ്ചിരിയോടെ അമ്മ ഇതെല്ലാം മാറി നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. ഋത്വി, എന്താടി? ഇന്നലെ ദേവൻ മാഷ് എന്നെ കാണാൻ വന്നിരുന്നു. നമ്മളന്ന് അഡ്രസ്സ് വാങ്ങിയതിന് ശേഷം കാര്യമായി ഒന്നും അന്വേഷിച്ചില്ലല്ലോ. മാഷ് വന്നപ്പോൾ ഞാൻ ആകെ ചമ്മി ഇല്ലാണ്ടായി. ഞാനും അത് വിട്ടുപോയിരുന്നു. നാളത്തെ നമുക്ക് ഒന്നുകൂടി വിശദമായി അന്വേഷിച്ച് നോക്കാം. ആ നാട് മുഴുവൻ തപ്പിയിട്ടും ആ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഒരു രാമകൃഷ്ണൻ എന്ന ആളുടെ വീടാണെന്ന് മാത്രമേ അവിടുത്തെ നാട്ടുകാർക്കും അറിയൂ. അയാളെക്കുറിച്ചും അയാളുടെ ഫാമിലിയെക്കുറിച്ചും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ആരും ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ മാഷെ വിളിച്ച് കാര്യം പറയാൻ തീരുമാനിച്ചു. മാഷ് പറഞ്ഞ അഡ്രസ്സ് ആ നാട് മുഴുവൻ അന്വേഷിച്ചു. ഒരു രാമകൃഷ്ണൻ എന്ന ആളുടെ വീടാണെന്നേ എല്ലാവർക്കും അറിയൂ. ആ വീടൊന്ന് കാണാനോ അവിടെ താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസോ ഒന്നും കിട്ടിയില്ല. മാഷുടെ ആരാ മാഷ് ഈ രാമകൃഷ്ണൻ? എൻ്റെ ചോദ്യത്തിന് മുന്നിൽ മാഷ് ഒന്ന് പരിഞ്ഞതായി തോന്നി. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട മാഷേ, ഞങ്ങൾ വേറെ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടൻ മാഷിനെ അറിയിക്കാം. പറയാൻ ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല മോളെ, പക്ഷേ എല്ലാ കാര്യങ്ങളും പറയാൻ അതിൻ്റെതായ സമയമുണ്ട്. അതിപ്പോഴല്ല, സമയമാവട്ടെ, എല്ലാം പറയാം. അമ്പിളി, എന്താ ആദ്യേട്ടാ? ഞാനൊരു കാര്യം വളച്ചു കെട്ടാതെ ചോദിക്കട്ടെ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? അത് ആദ്യേട്ടാ, എനിക്ക് വേണ്ട, പറയണ്ട. ഈ കണ്ണുകളിൽ നിന്ന് തന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഇഷ്ടം ഇനി മനസ്സിൽ വെക്കേണ്ട, വേരോടെ അങ്ങ് പറിച്ചു കളഞ്ഞേക്ക്. മിക്കപ്പോഴും നിനക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. നടക്കില്ലെന്നുറപ്പുള്ള ആഗ്രഹങ്ങൾ ആശിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ളവ വേരോടെ നുള്ളിക്കളയണം. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം കൂടി പറയോ ആദിയേട്ടാ? നിറഞ്ഞ കണ്ണുകൾ ആദി കാണാതെ തുടച്ചുകൊണ്ട് അമ്പിളി ചോദിച്ചു. വേറെ ആരോടെങ്കിലും എന്നെ ഇഷ്ടമുണ്ടോ? മറുപടി പറയാതെ നിന്ന ആദിയെ നോക്കിക്കൊണ്ട് വീണ്ടും അവൾ ചോദിച്ചു. ഇനിയൊരു ചോദ്യത്തിന്
അവസരം കൊടുക്കാതെ ആദി നടന്നു നീങ്ങി. മനസ്സിൽ 1000 ചോദ്യങ്ങളുമായി അമ്പിളിയും. നടന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരിയോട് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു അമ്പിളി. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കൂട്ടുകാരിയും. എനിക്ക് പറ്റില്ലല്ലോ, ഞാൻ ആദിയേട്ടനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് ആദിയേട്ടനെ മറക്കാൻ പറ്റില്ല, ഒരിക്കലും. ആദിയേട്ടൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവർക്കിടയിൽ ഒരു ശല്യത്തിനും പോവില്ല. എൻ്റെ ഇഷ്ടം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. നിശ്ചയദാർഢ്യത്തോടെയുള്ള അവളുടെ വാക്കുകൾക്ക് മുന്നിൽ കൂട്ടുകാരെല്ലാം പിന്മാറി. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ആദിയെ മറക്കാൻ കഴിയില്ലെന്ന് അവർക്കും ബോധ്യപ്പെട്ടു. ധ്രുവന്റെ മനസ്സ് വളരെയധികം സന്തോഷത്തിലായിരുന്നു. എത്രയും പെട്ടെന്ന് തൻ്റെ ഇഷ്ടം ആർദ്രയെ അറിയിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ചന്തു, എന്താ അമ്മേ? നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണം, നീ വരില്ലേ? എവിടേക്കാ അമ്മേ? നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കൂട്ടിക്കോ. നിനക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, ഞാൻ വരാം. പിറ്റേന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ സ്ഥലം. എന്നാൽ തനി നാട്ടിൻപുറം എന്ന് പറയാനുമാവില്ല. ഫ്ലാറ്റുകളും റോഡുകളും അത്യാവശ്യം വലിയ വലിയ ബിൽഡിങ്സും ഒക്കെയുണ്ട്. അവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുനില വീടിന് മുന്നിൽ കാർ നിർത്തി. ഒരു 45 വയസ്സിനോട് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. നല്ല ശാലീനത തുളുമ്പുന്ന മുഖം. അവർ ഞങ്ങളെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. അവിടുത്തെ ചുറ്റുപാട് പോലെ ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റമായിരുന്നു ആ സ്ത്രീക്കും. സെൻട്രൽ ഹാൾ മുഴുവൻ വെറുതെ എന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോയിലേക്ക് കണ്ണിയെന്നെത്തിയത്. ആർദ്ര. അപ്പോൾ ഇത് ആർദ്രയുടെ വീടാണോ? അത്ഭുതത്തോടെ ഞാൻ അവിടെയൊക്കെ നോക്കി. പുറകിൽ നിന്ന് ആരോ ചിരിക്കുന്നത് കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. നോക്കുമ്പോൾ ദച്ചു എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ആക്രി, നീ എന്താ ഇങ്ങോട്ടാ വരുന്നേന്ന് നേരത്തെ പറയാതിരുന്നേ? അവളുടെ ചെവിയിൽ പിടിച്ചു തിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. വീട് ഏട്ടാ, പ്ലീസ് വീട്, വേദനിക്കുന്നു. അമ്മ പറഞ്ഞിട്ടാ പറയാതിരുന്നേ. പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ്റെ കണ്ണിലെ ഈ തിളക്കം കാണാൻ കഴിയുമായിരുന്നോ? അവളുടെ ചോദ്യത്തിന് ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. സത്യമാണ്, ആർദ്രയെ കാണുമ്പോഴൊക്കെ എന്തിന് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും പ്രത്യേക അനുഭൂതിയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന്. അവിടെയാകെ കണ്ണോടിച്ച് ആൻറ്റി തന്ന ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിള് വന്നത്. കൂടെ ഋത്വിക്കുണ്ട്. ആർദ്രയെ മാത്രം കണ്ടില്ല. പിന്നെ അച്ഛനും അങ്കിളും കത്തിയടിയായി. അമ്മയും ആൻറ്റിയും കിച്ചണിലും പോയി. ഞാൻ ദച്ചുവിനെ നോക്കിയപ്പോൾ അവളും ഋത്വിക്കും ഒടുക്കത്തെ സംസാരം. എൻ്റെ അവസ്ഥ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആൻറ്റി വീടൊക്കെ ചുറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. പെർമിഷൻ കിട്ടിയ ഉടനെ ഞാൻ അവിടെയൊക്കെ നടന്നു കണ്ടു. അവസാനം ആർദ്രയുടെ റൂമിലെത്തി. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് സംശയിച്ചു. ഒരാളുടെ മുറിയിൽ അനുവാദമല്ലാതെ കിടക്കാൻ പാടില്ലല്ലോ. ആ റൂം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. നിരാശനായി അവിടെ നിന്നും നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആൻറ്റി വന്നത്. മോന് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ചോദ്യം മനസ്സിലാവാതെ സംശയത്തോടെ ഞാൻ ആൻറ്റിയെ നോക്കി. ഓർമ്മയുണ്ടാവും വഴിയില്ല. അന്ന് സ്നേഹതീരത്തിൽ വെച്ച് മോനോട് സംസാരിച്ചപ്പോഴേ അങ്കിള് പറഞ്ഞിരുന്നു അവന് നമ്മളെയൊന്നും ഓർമ്മയില്ല എന്ന്. വർഷങ്ങൾക്ക് മുൻപുള്ള ബന്ധമല്ലേ, അതൊക്കെ എങ്ങനെ ഓർമ്മയിൽ നിൽക്കാനാ? മോൻ വാ, ഞാനൊരു സാധനം കാണിച്ചു തരാം. ആൻറ്റി ആർദ്രയുടെ മുറിയിലേക്ക് കയറി ഷെൽഫിൽ നിന്നും ഒരു ഡയറി എടുത്ത് എനിക്ക് തന്നു. ഇതൊന്ന് വായിച്ചു നോക്ക്, എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരാതിരിക്കില്ല. ഒരു ചിരിയോടെ അതും പറഞ്ഞ് ആൻറ്റി പോയി. ആ ഡയറി കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. മുൻപ് എപ്പോഴോ ഞാൻ എഴുതിയ എൻ്റെ ഡയറി. ഓരോ പേജും മറിക്കുമ്പോൾ പഴയ പല ഓർമ്മകളും എന്നിലേക്ക് തിരികെ വന്നു. അതിലെല്ലാം നിറഞ്ഞു നിന്നത് വിടർന്ന കണ്ണുകളും ഇടതൂർന്ന മുടിയുമുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു, പൊന്നു. ഡയറിയിലെ ഓരോ വരികളിൽ നിന്നും അവൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാവുകയായിരുന്നു. എട്ടും പൊട്ടും അറിയാത്ത കാലത്ത് ഞാൻ സ്നേഹിച്ച പെണ്ണ്, പൊന്നു. അവളാണോ ഇന്നത്തെ ആർദ്ര? ഒരുപാട് ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്താടാ, നിനക്ക് വലുതും മനസ്സിലായോ? കളിയാക്കിക്കൊണ്ടുള്ള അമ്മയുടെ ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടി. അതേടാ, നിന്റെ പഴയ കളിക്കൂട്ടുകാരി പൊന്നു തന്നെയാ ഇന്നത്തെ ആർദ്ര. നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അത് ശ്രീനിവാസന്റെയും ഗീതയുടെയും മകൾ ആർദ്രയായിരിക്കുമെന്ന്. ഭാവി ഏട്ടത്തിയമ്മയെ ഇന്നലെ തന്നെ ദച്ചു കാണിച്ചിരുന്നു. കണ്ടപ്പോൾ നല്ല മുഖപരിചയം തോന്നി.
അന്വേഷിച്ചപ്പോൾ സത്യം തന്നെ. ചേരേണ്ടത് നിങ്ങൾ തന്നെയാ. അമ്മയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്ച്ചു. ഞാൻ അറിയുന്നതിനും വർഷങ്ങൾ മുന്നേയുള്ള ബന്ധം. മനസ്സ് നിറയെ ആർദ്രയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ മുറിയെല്ലാം നടന്നു കണ്ടു. അവളുടെ ഫോട്ടോസും ബുക്കും എല്ലാം തൊട്ടും തലോടിയും ഞാൻ അവിടെ തന്നെ ഇരുന്നു. അമ്മുമോളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ടത്. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ എൻ്റെ നേർക്ക് നടന്നു വന്നു. ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഒരു ഒഴുക്കൻ മട്ടിൽ ഞാൻ പറഞ്ഞു. അന്നു പറഞ്ഞ ഇഷ്ടം ഇപ്പോഴും അതുപോലെയുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്തിനും തൻ്റെ കൂടെ ഞാനുണ്ടാവും. സ്നേഹിച്ചവരെയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനിയും അത് ആവർത്തിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. താൻ അറിയാത്തൊരു പാസ്റ്റ് എനിക്കുണ്ട്. എൻ്റെ ജീവിത സാഹചര്യങ്ങളും എൻ്റെ സ്വഭാവവും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായി ആലോചിച്ചിട്ട് പിന്നീടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഓക്കെ? എനിക്ക് മറുപടി പറയാൻ ഒരവസരം നൽകാതെ ആദി അവിടെ നിന്നും പോയി. എനിക്ക് മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ആദിയെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ ആദി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവനെയും അവൻ്റെ പാസ്റ്റും നന്നായി മനസ്സിലാക്കിയിട്ട് മതി ഒരു മറുപടി കൊടുക്കുന്നത്. വീട്ടിൽ പതിവില്ലാതെ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുറ്റത്ത് വേറൊരു കാറ് കിടപ്പുണ്ട്. ഇത്തിരി സംശയത്തോടെ ഞാൻ അകത്തേക്ക് കയറി നോക്കി. ദച്ചുവിനെയും വേറെ ഒരു ആൻറ്റിയെയും ഒരു അങ്കിളിനെയും കണ്ടു. അവളുടെ അച്ഛനും അമ്മയും ആവും. ഡ്രാക്കുവിനെ ഞാൻ അവിടെയൊക്കെ നോക്കി, കണ്ടില്ല. വന്നിട്ടില്ലായിരിക്കും. ഹായ് ചേച്ചി. ദച്ചു വിളിച്ചപ്പോൾ എല്ലാവരുടെയും നോട്ടം എന്നിലേക്കായി. ഹായ് ഞാനും പറഞ്ഞു. ചേച്ചിക്ക് ഇവരെയൊന്നും മനസ്സിലായി കാണില്ലല്ലേ? ഇത് എൻ്റെ അച്ഛൻ രാമചന്ദ്രൻ, അമ്മ രാധിക. ഒരു പാവം അച്ഛനും അമ്മയും ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ അവരോടൊക്കെ ചിരിച്ചു കാണിച്ചു. അവർ തിരിച്ചും. ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ കയറി വാതിലടച്ച് തിരിഞ്ഞപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഒരാൾ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടത്. ഡ്രാക്കു. ഞാനൊന്ന് ഞെട്ടി. ഡ്രാക്കു ആണെങ്കിൽ ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എന്തേ, തീരെ പ്രതീക്ഷിച്ചില്ലേ? ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് തലയാട്ടി. എന്തോ അടച്ച റൂമിനുള്ളിൽ ഞങ്ങൾ രണ്ടാളും. എനിക്ക് എന്തോ പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് വാതിൽ തുറന്നു. ഞാൻ നോക്കിയപ്പോൾ ഡ്രാക്കു എന്നെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ സംശയത്തോടെ ഡ്രാക്കുവിനെ നോക്കി. എന്നെ അപ്രതീക്ഷിതമായി റൂമിൽ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടിയെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോഴൊക്കെ അവൾക്കൊരു വെപ്രാളമാണ്. പേടിച്ചിട്ട് വിയർത്തു കുളിക്കുന്നുണ്ടാവും. പേടിയോടെ അവൾ ആ വാതിൽ തുറക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. സ്വിറ്റ്സർലൻഡിലൊക്കെ പഠിച്ചു വളർന്ന ആളാണ്. റൂമിൽ ഒരാണും പെണ്ണും തനിച്ചായാൽ ഇതാണ് അവസ്ഥ. അപ്പോഴേക്കും സ്വഭാവം മാറി തനി മലയാളി പെണ്ണാവും. എന്നെ പേടിയാണോ? പിന്നെന്തിനാ വാതിൽ തുറന്നത്? അത് അവിവാഹിതനായ ആണും പെണ്ണും ഒരുമിച്ച് ഇങ്ങനെ ഒരു മുറിയിൽ അങ്ങനെയൊന്നും പാടില്ല. വിവാഹിതനായാൽ നിൽക്കാവോ? എൻ്റെ പരിഹാസിച്ചുവയുള്ള ചോദ്യം കേട്ട് അവൾ മറുപടി പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. പൊന്നു,